أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളായ പണ്ഡിത സുഹൃത്തുക്കളെ, തുഹ്ഫത്തുൽ മിൻഹാജിന്റെ ഗ്രൂപ്പിലെ 19ാമത്തെ ക്ലാസ്, അതിന്റെ മുഖദ്ദിമയിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസന്നിഫ് അവർ പറയുന്നു, ഓ മിൻഹ, ആ മുന്തിയതായിരിക്കുന്ന ഒരുക്കി തയ്യാറാക്കപ്പെട്ട ഫായിദകളിൽപ്പെട്ടതാണ് മവാളിഉ യസീറത്തുൻ, കുറഞ്ഞ സ്ഥലങ്ങൾ. കുറഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ എന്റെ കണക്ക് നവൽ 50, ഒരു 50 അത്ര ഉണ്ടാവും. അങ്ങനെ സ്ഥലങ്ങള് ദക്കറഹ ഇമാം റാഫി തങ്ങള് ആ കുറഞ്ഞ സ്ഥലങ്ങളെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ഫിൽ മുഹററിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തതായ കുറഞ്ഞ സ്ഥലങ്ങളും എന്തിലുണ്ട്? ഈ പറഞ്ഞതായ നഫായിസിൽ പെടുന്നതാണ്. ലൻ യുഅബ്ബിറു അൻഹു ബിൽ അസ്ൽ, മുഹററിനെ തൊട്ട് ഇവിടെ ഈ പറഞ്ഞോടത്ത് അസ്ലി എന്നതുകൊണ്ട് ഇബാറത്തിട്ടില്ല. മുമ്പ് പറഞ്ഞോടത്ത് ഫി ബഅദിൽ മസായിലി ഹിയ മിനൽ അസ്ൽ അവിടെ അസ്ലിട്ടു. ഇവിടെ അസ്ലിട്ടില്ല. പിന്നെന്തിട്ടത്? മുഹററിന് ഇബാറത്തിട്ടു. അത് തഫന്നുനൻ, ഒന്നിന് തന്നെ പല വിഷയങ്ങളായിട്ടിടുവല്ലോ. എന്ന മാതിരി അസ്ലൊന്നും പറയാ, മുഹറെന്നും പറയാ. ആ നിലക്ക് വേണ്ടി ഇട്ടതാ. ഒന്ന് ഒലി അല്ലാ യസ്കുല, ഭാരമാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഖുർബിഹി, നേരെ അടുത്തതല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് മുഹറ നിർത്തു. അപ്പൊ അത് ഭാരം വരില്ല. ആ നിലക്ക് നോക്കിയിട്ടാണ് ഇവിടെ മുഹറ എന്ന ഇബാറത്തിട്ടത്. രണ്ട് കാരണം. അലാ ഖിലാഫിൽ മുഖ്താരി, അയർ റാജിഖ് എന്ന മുഖ്താറിന്റെ അർത്ഥം ആ കുറഞ്ഞ സ്ഥലങ്ങൾ എന്തിനെതിരായിട്ടാണ് മുഹറൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്? ഫിൽ മദ്ഹബി, മദ്ഹബിൽ റാജിഹായതിന് എതിരായി. അപ്പൊ മദ്ഹബിൽ റാജിഹായതിന് എതിരായിക്കൊണ്ടാണ് മുഹററിൽ ആ കുറഞ്ഞ സ്ഥലങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തതായ സംഗതികളും ഇവിടെ എന്താണ്? ഈ നഫായിസിൽ വരും. അദ്കുറുഹു ഫീഹ, അങ്ങനെ ആ മുഖ്താറിന് ഞാൻ പറയും. ഫീഹ, ആ കുറഞ്ഞ സ്ഥലങ്ങളിൽ ആ മുഖ്താർ പറയും. ഞാൻ മുഖ്താർ പറയും എന്നുള്ളത് എവിടുന്ന് കിട്ടി? കമാതല്ല അലൈഹി ഖൗലുഹു, മുസന്നിഫിന്റെ വാക്ക് ഈ സങ്കല്പത്തിന്റെ മേൽ അറിയിച്ചതുപോലെ മുസന്നിഫിന്റെ വാക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഖമാസ തറാഹ, പിന്നീട് ആ 50ഓളം വരുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലോ, ആ കുറഞ്ഞ സ്ഥലങ്ങളെ നീ കാണുന്നത് പോലെ. ഇവിടെ മുസന്നിഫ് കാട്ടിയ പണി ഒന്നുണ്ട്. നഫസഹു, ഇവിടെ സീൻ കൊടുത്തുകൊണ്ടാണ് സ തറാഹ, വെറും തറാഹ എന്നല്ല സ തറാഹ എന്ന് പറഞ്ഞു. ആ എന്തിനെ സീന് കൊടുത്തത്? സോഫയാക്കിക്കോ പറയും, പിന്നീട് ഇതിൽ അർത്ഥം കൊടുക്കുന്ന നഫസാക്കുക. അങ്ങനെ സീൻ കൊടുത്തത് ലിതഅഖിറുയ്യത്തി, കാണൽ എന്ന് പറഞ്ഞ് പിന്തിയതാണ്. ഇപ്പൊ കാണില്ല. ഖലീലൻ അൻ ഹാദൽ മഹല്ലി, ഈ മഹലിനെ തൊട്ട് ഇപ്പൊ കുറഞ്ഞ രീതിയിൽ പിന്തിക്കാനുള്ള കാണല്. അതുകൊണ്ടാണ് ഇവിടെ കമാസ തറാഹ എന്ന് കൊടുത്തത്. ഇൻഷാ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവിടെ കാണാൻ കഴിയും. ഇഹ്താജ ഇലൈഹി, ഇതിലേക്ക് മുസന്നിഫ് ആവശ്യമായി വന്നു. എന്തോടൊപ്പം? മായിസ്നാദിഹി, മുസന്നിഫ് ചേർക്കലോടുകൂടെ ഫിഇലർ റുഇയത്തി, കാണുക എന്ന് പറയുന്ന പ്രവൃത്തി. ഈ ഗൈരിഹി, അത് മുസന്നിഫ് അല്ലല്ലോ കാണുന്നത്, മറ്റൊരാളാണല്ലോ കാണുന്നത്. നീ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുസന്നിഫ് അല്ലാത്തതിലേക്കാണ് കാണുക എന്ന് പറഞ്ഞ ഫിഇലിനെ മുസന്നിഫ് ഇസ്നാദ്. ആ ഇസ്നാദോട് കൂടെ തന്നെ എന്തിനാണ് കമാസ തറാഹ എന്ന് പറയുന്നത്? അതിൽ ഇമാം മറ ഇസ്നാദ് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ.
എന്ത് പറഞ്ഞു? വൈറിന്റെ പ്രവർത്തിക്ക ഫഇലിഹി മുസന്നിഫിന്റെ പ്രവൃത്തി പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ റുഇയത്ത് എന്ന് പറയുന്ന പ്രവൃത്തിയെ മറ്റൊരാളിലേക്ക് ഇസ്നാദ്. ആ ഇസ്നാദ് ചെയ്തതോടൊപ്പം തന്നെ ഇവിടെ എന്ത് പറഞ്ഞു? ഇൻഷാ അല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് ലാ യദ്രി ഹൽ യറാഹ അവ്വലൻ. കാരണം ലാ യദ്രി ഹൽ യറാഹ അവ്വലൻ, ആദ്യമായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളെ അവൻ കാണുമോ എന്നുള്ളത് മുസന്നിഫിന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവല് തളമ്മുനിഹി, അല്ലെങ്കിൽ പിന്നെന്താണെന്നറിയാമോ, ആ വൈറിന്റെ പ്രവൃത്തി ഫിഇലല്ലി നഫ്സിഹി, മുസന്നിഫിന്റെ സ്വന്തം ശരീരത്തിലേക്ക് പ്രവൃത്തിയെ ഉൾപ്പെടുത്തിയത് വേണ്ടിയിട്ടാണ് മറ്റൊരാളിലേക്ക് അതിനെ ഇസ്നാദ് ചെയ്തത്. ഹുവ, അത് ഇത്തിയാനുഹു ബിഹ കദാലിക, മുസന്നിഫ് അതേ രൂപത്തിൽ എന്താണ് അവകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അബിൽ. കമ, ഖമ എന്നുള്ളത് നഅത്തുല്ലി ദിക്റിൽ മഅദൂബ്, കളയപ്പെട്ടതായിരിക്കുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്റിനുള്ള നഅത്തായിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഹാൽ, അല്ലെങ്കിൽ ഹാലാക്കി വെക്കാം. അപ്പൊ എന്തായോ തഖ്ദീറു, സങ്കൽപ്പിക്കുക, അദ്കുറു റാജിഹ ഫീഹ, ആ സ്ഥലങ്ങളിൽ റാജിഹായത് ഞാൻ പറയും. ദിക്റൻ, ഒരു പറച്ചിൽ, വാലികൻ, വാലികായതായ ഒരു പറച്ചിൽ ഞാൻ അവിടെ റാജിനെ പറയും. ഏതുപോലെ? മിസ്ലിൽ വുളൂഹ്, വെളിവാകുന്നത് പോലെ. അല്ലതീ, എങ്ങനത്തെ വുളൂഹ്? സതറഹ അലൈഹി, ആ വുളൂഹിന്റെ മേലിൽ ആ സ്ഥലങ്ങളെ നിനക്ക് കാണാൻ കഴിയും, പിന്നീട് നീ കാണും. അങ്ങനത്തതായ വുളൂഹ് പോലെ ഞാൻ വാലിഹായിട്ട് ആ റാജിനെ പറയും എന്നവിടെ സങ്കല്പിക്കുക. അല്ലെങ്കിൽ പിന്നീട് നീ അതിന് കാണുന്നത് പോലെയായ സ്ഥിതിയിൽ എന്നും പറയാം. അല്ലെങ്കിൽ പിന്നീട് നീ കാണുന്നത് പോലെ എന്ന് സിഫത്താക്കിയിട്ടും വെക്കാം. അൽ വാഹിദി, ഒരു വസ്തു തന്നെ വൈരുദ്ധ്യമായി വരിക എന്നുള്ളത് ഇത്തിബാറൈനി, രണ്ട് പരിഗണന വെച്ചുകൊണ്ട് ഒരു വസ്തു തന്നെ എതിരാവുക എന്നുള്ളത് സായിഉൻ, അത് അറബി കലാമിൽ ജായിസാണല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കമാഫി അന അബുൻ നജ്മി വശിഇരി ശിഇരി എന്ന് പറയും പോലെ, ഞാൻ തന്നെ അബുൻ നജ്മാണ്, എന്റെ പാട്ട് എന്റെ പാട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു വസ്തു തന്നെയാണ്. രണ്ടായി, ആ രണ്ട് പരിഗണന വെച്ചുകൊണ്ടാണ് ഒരു വസ്തു രണ്ടായി രൂപത്തിൽ വരുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. അതിന്റെ ഉദാഹരണം കാണിച്ചതാണ് ഇപ്പത്. തംബീഹുൻ, ഇതൊരു ഉണർത്തലാണ്. സഅമ ബിൽ കശാഫി, കശാഫിൽ അതിന്റെ മുസന്നിഫ് വാദിച്ചിരിക്കുന്നു. അന്ന ഹാദിഹി സീന, നിശ്ചയമായിട്ടും സീന് തുഫീദുൽ ഖത്അ ബിവുഖൂഇ മദ്ഖൂലിഹ, ആ സീൻ കടന്ന കാര്യം ഏതാണോ അതിന്റെ മദ്ഖൂൽ സംഭവിക്കും എന്നതുകൊണ്ടുള്ള ഉറപ്പിനെ സീൻ മനസ്സിലാക്കി തരുന്നു. അപ്പൊ എന്തായി? കമ സ തറാഹ, സീന് കടന്ന തറ എന്നല്ലേ, അപ്പൊ ആ കാണുക എന്നുള്ളത് ഉറപ്പാണ്. ആ ഉറപ്പിനെ മനസ്സിലാക്കി തരുന്നു സീന്. ഏതുപോലെ? കമാഫി ഖൗലി കമാഫി ഫസയകിഫീകുഹുമുല്ലാഹ്, അല്ലാഹു തആലയുടെ വാക്കിൽ സീനുണ്ടല്ലോ, അവിടെ കിഫായത്ത് എന്നുള്ള ഉറപ്പാണല്ലോ. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു തആല അവർക്ക് ശേഷം എന്തെയും കരുണ ചെയ്യും, അത് ഉറപ്പാണല്ലോ. എന്നതുപോലെ ഇവിടുത്തെ സീനും ഉറപ്പാണ് കാണുമെന്നുള്ളത്. സഅന്തഖിമു മിൻക, ഇവിടൊക്കെ സീനുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പുമാണ്. അപ്പൊ ആ സീന് സംഭവിക്കുന്ന കാര്യം ഉറപ്പിനെ മനസ്സിലാക്കി തരുന്നതാണല്ലോ ഈ ആയത്തിൽ എന്നതുപോലെ തന്നെ ഇവിടെ മുസന്നിഫ് കൊണ്ടുവന്ന സീനും. വയുറദ്ദു, കശാഫിന്റെ ഈ ജാമിനെ തട്ടപ്പെടും. എന്തുകൊണ്ട്? ബി അന്നൽ ഖത്അ ഹുന, ഇവിടത്തിലുള്ള ഈ ഖത്അ ഉണ്ടല്ലോ, ഇവിടെ ഈ പറഞ്ഞ ഖത്അ അതിൽ ഖരീനത്തിൽ മഖാമി,
അത് ആ മക്കാമിന്റെ കരീനത്തുണ്ടായത് കൊണ്ടുള്ള കത്താണ് ഈ ആയത്തിൽ പറഞ്ഞതൊക്കെ. അല്ലാതെ ലാമിം സീനി അവിടെ സീനിനെ വെക്കപ്പെട്ടല്ലോ എന്നതിൽ കൂടെ കിട്ടിയതല്ല. എന്തോടുകൂടെ അല അന്നകു നിശ്ചയമായിട്ടും കസാബിന്റെ മുസന്നിഫ് വത്വഅബിഹി ഇതുകൊണ്ട് മൂപ്പര് ചവിട്ടുപടിയാക്കുകയാണ് ഈ ആയത്തിൽ പറഞ്ഞെടുത്തിട്ട്. ഈ ആയത്തിലൂടെ സീനിനെ കൊണ്ടുവന്നിട്ട് മൂപ്പര് ചവിട്ടുപടിയാക്കുന്നെന്തായാലും മദ്ഹബിഹി അൽ ഫാസിദി മൂപ്പരുടെ ഫസാദായ ഒരു മദ്ഹബുണ്ട്. ആ മദ്ഹബിനൊരു ചവിട്ടുപടിയാക്കലാണ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ സീനെ വ്യാഖ്യാനിക്കല്. അതെന്താണ് മൂപ്പര മദ്ഹബ്? മിൻ തഹത്തുമിൽ ജസായി അല്ലാഹു തആലാന്റെ മേലിൽ നല്ല ചെയ്യൽ നിർബന്ധമാണ്, ആ പ്രതിഫലം കൊടുക്കൽ നിർബന്ധമാണെന്നുള്ള ആഖിറത്തിലുള്ള അമലുകൾക്കുള്ള പ്രതിഫലം വുജൂബാണ് അള്ളാഹിന്റെ മേലുള്ള വാദമാണ് അയാളെ വാദം. ആ വാദം അതാണ് മദ്ഹബ്. ആ മദ്ഹബിന് ചവിട്ടുപടിയാക്കിയിട്ടാണ് ഇവിടെ സീന് ഈ ആയത്തിൽ പറഞ്ഞതൊക്കെ വുഖൂഇനുള്ളത്, അതിന്റെ മദ്ഹൂല് വുഖൂ ആണെന്ന് കത്ത് ഉള്ളതാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ചവിട്ടുപടിയാക്കലാണ്. അതുകൊണ്ട് അത് റദ്ദ് ചെയ്തത്. ഫതൗജീഹു ബഅദിൽ മുഹഖിഖീന ലഹു നാ പിന്നെ ഈ കശാബ് പറഞ്ഞതിനെ ചില മുഹഖിഖീങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. അത് ഗഫലത്തുൻ അൻ ഹാദിഹി ദിസ്സീസത്തിൽ ഇത്തിസാലിയായിരിക്കുന്ന ഈ ദിസ്സീസത്തുണ്ട് ഇവിടെ. ആ ഇത്തിസാലിയായിരിക്കുന്ന ഒരു ദുർഗന്ധ വാസന, ഉപകാരമില്ല, മരുന്ന് കൊണ്ടൊന്നും ഫലം കിട്ടുകയില്ല, അങ്ങനത്തതായ ദുർഗന്ധ വാസനയുള്ള രോഗമാണ് ഇത്. അത്തരം ഒരു ഇത്തിസാലിയാകുന്ന ഈ രോഗത്തെ തൊട്ട് ആ ബാദുൽ മുഹഖിഖീങ്ങള് ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയതാണ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ വാളിഹാത്തിൻ, അങ്ങനെ ഈ മദ്ഹബിൽ മുഖ്താറിന് എതിരായിട്ട് പിന്നീട് നീ കാണും വാളിഹത്തൻ, വാളിഹായതായി കാണും. മഖൂൽ സാനിയാണ് തറ. അപ്പൊ നീ പിന്നീട് അറിയും, ആ സ്ഥലങ്ങൾ പിന്നീട് അറിയും. വാളിഹത്തൻ, വാളിഹായതിനെ അറിയും. ലി തറൽ അലമിയ ഇൽമിയ, അറിയുക എന്ന അർത്ഥത്തിന് വരുന്ന തറക്കുള്ള രണ്ടാമത്തെ വാളിഹാത്ത്. വ കൗനുഹു വഫ ബിൽതിസാമിഹി അന്നസ്വ അലാമ സ്വഹാഹുൽ മുഅല്ലമു നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അത് ലാ യുനാഫി എതിരാകുന്നതല്ല, തർജീഹ ഖിലാഫിഹി അത് നേരെ എതിരെടുത്തിട്ട്, അഥവാ മുഅല്ലമിന് നേരെ എതിരുണ്ടാവും, ആ എതിരിനെ റാജിയാക്കുക എന്നത് ആ പറഞ്ഞത് ഇതിനോട് എതിരാവുന്നതല്ല. കാരണം ലിമാ മർറ മുമ്പ് പറഞ്ഞതിന് വേണ്ടി അന്നകും നിശ്ചയമായിട്ടും അവർ ഖദ് യുറജ്ജിഹൂന മാ അലൈഹിൽ അഖല്ലു, അഖല്ല് ഏതൊന്നിന്റെ മേലിലാണോ അതിനവർ റാജിയാക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുഅല്ലം സഹിയാക്കിയതിന് എതിരുള്ളതിനെ റാജിയാക്കൽ, മുഅല്ലം സഹിയാക്കിയ നെസ് ആവുക ഏറ്റെടുത്തൊന്നും പറഞ്ഞ് എതിരല്ല എന്ന് പറയാൻ കാരണം അതാ. ഇനി വമിൻഹ അനഫായിസിൽ പെട്ട് തന്നെയാണ് ഇബ്ദാലുമ്മ ഒന്നിനെ മാറ്റിമറിക്കുക, പകരമാക്കുക. ഖാന ഒന്നായിരിക്കുന്നു, മിൻ അൽഫാലിഹി അതിന്റെ അഥവാ മുഹറർ ലഫ്ളുകളിൽ നിന്ന് ആ ഒന്നായി എന്തായി, വരീബൻ അത് വരീബായി അകന്നു പോകുന്നതായി, അടങ്ങിച്ചേരാത്തതായി. അല്ലെങ്കിൽ അവ മൂഹിമൻ ഖിലാഫ സ്വവാബി യഥാർത്ഥം എന്താണോ ആ യഥാർത്ഥത്തിന് എതിരിനെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതായി വന്നു പദം. അങ്ങനത്തതിന് പകരമാക്കുക ബി ഔളഹ അതിനേക്കാൾ വ്യക്തമായതുകൊണ്ട് പകരമാക്കുക എന്നുള്ള പരിപാടിയും ആ നഫായിസിൽപ്പെട്ടതാണ്. ഹിയ ഇവിടുത്തെ മായുണ്ടല്ലോ, അത് മിൻ സിയഗിൽ ഉമൂമി, അത് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ ആ ഉൾപ്പെടുന്ന ചെയ്യൽപ്പെട്ടതാണ്. മഅദാലിക അതോടൊപ്പം തന്നെ ലാ യുത്തറലു ഇത്റാദ് ചെയ്യപ്പെടുകയില്ല ബി ഖൗലിഹി മുസന്നിഫിന്റെ വാക്കെടുത്തുകൊണ്ട് ദഹ് യാ സദഹ്, ദഹ് യാ സദഹ് എന്ന വാക്കെടുത്തുകൊണ്ട്
മുസനി പകരമാക്കാന്ന് പറഞ്ഞില്ല. ആ പകരമാക്കലോടൊപ്പം തന്നെ ഇങ്ങനത്തെ വാക്ക് പറഞ്ഞാൽ ആ വാക്കെടുത്തുകൊണ്ട് മുസനിഫിനെ എത്ര ചെയ്യപ്പെടാൻ പറ്റൂല. ഖിലാഫൻ ലിമൻ ജാമു, അങ്ങനെ പറ്റുമെന്ന് വാദിച്ചെതിരായിട്ട്. എന്തുകൊണ്ട് ഇത്ര ചെയ്യൂല? അന്ന ബുഖുഅഹ, ഈ പറഞ്ഞ പദങ്ങൾ സംഭവിക്കുക ഫി അൽസിനത്തി സലഫ്, പൂർവികന്മാരായ ആളുകളുടെ നാവിലൂടെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ സുമ്മൽ ഖലഫ്, അവർക്ക് വന്ന ശേഷമുള്ള ആളുകൾ അവരിലൂടെ വന്ന പദങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇതിനെ എതിർക്കണ്. കമാ യഅതി അഖ്റുജുഹ അനിൽ ഖറാബത്തി, അവകളെയൊക്കെ ഖറാബത്തിനെ തൊട്ട് ഞാൻ പുറപ്പെടുവിക്കും എന്നുള്ളത് പിറകെ വരുന്നത് പോലെ അങ്ങനെ പറയുന്നുണ്ട് മുസന്നിഫ്. ഇങ്ങനെയാണ് അവിടെയുള്ള ചർച്ച. കാനമിൻ അൽഫാലിയ വരീബ, വരീബ എന്ന് പറയുമ്പോൾ ലാ യഅലിഫു, അത് മനസ്സുമായി ഇണങ്ങിച്ചേരൂല. അങ്ങനത്തെ പദങ്ങളുണ്ട്, അതിനെ പകരമാക്കും. ഇണങ്ങിച്ചേരക്കൽ ബാഗി, അത് ഒരു ഉദാഹരണമാണ്. അങ്ങനത്തെ വരീബായ പദങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ആ മൂഹിമൻ എന്ന് പറയുന്ന അർത്ഥം മൂഖിഅൻ ഫിൽ വഹ്മി, വഹ്മിന്റെ അർത്ഥം ദിഹ്ന്, ഹൃദയത്തിൽ സംഭവിപ്പിക്കുന്നതാവുക. എന്തിനെ? ഖിലാഫസ് സവാബ്, യഥാർത്ഥത്തിനെതിരെ. അതെങ്ങനെ? ബിഅങ്കാനം അയനാഹുൽ മുതബാദിറു മിൻഹും, അതിൽ നിന്ന് വേഗത്തിൽ കിട്ടുന്ന അർത്ഥം വൈറ മുറാദിൻ, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇല്ല. അതിനാൽ വേഗം വരുന്നൊരു അർത്ഥം കിട്ടും ആ പദത്തുനിന്ന്. അങ്ങനെ വരുന്ന അർത്ഥം എന്തായിരിക്കും? ഇവിടെ ഉദ്ദേശേ ഇല്ല. അങ്ങനെ വരുമ്പോ എതിരായില്ല. അല്ലെങ്കിൽ അവിസ്തവയാ മായനാകൂ, ഇസ്തവ മായനാകൂ, അല്ലെങ്കിൽ മായനയാകൂ, അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും അർത്ഥം ഏകദേശം സമമായി വന്നു. അങ്ങനെ സമമായി വരികയാണെങ്കിൽ തന്നെ വലാ യുദറൽ മുറാദു, ഏത് മായനയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുക എന്നുള്ള അറിയില്ല. അപ്പോഴും ഖിലാഫിന് സവാബിനെതിരായി വരൂലേ? വൈങ്കാന ദാലിക്കൽ ലഫ്ളു, ഈ പദമാണെങ്കിൽ പോലും മിമ്മാ യഅലിഫു, മനസ്സുമായി ഇണങ്ങിച്ചേർന്ന പദമാണെങ്കിൽ പോലും ഇങ്ങനെ കംപ്ലൈന്റുകൾ വരും. ഫലാ യത്തഖിദു ഹാദാ, അപ്പോ ഇത് യോജിക്കൂല. മാൽ ഗരീബി, ഗരീബ ഇതിനോട് ഇത് യോജിക്കോ? ഇല്ല. കാരണം അന്നദാക ഫീഹി, നിശ്ചയമായിട്ടും ഈ ഗരീബായിരിക്കുന്ന ഈ പദത്തില് അതും ഇണങ്ങിച്ചേരൽ ഇല്ല എന്നുണ്ട്. ഒഹുവ, ആ ഇണങ്ങിച്ചേരൽ ഇല്ല എന്നുള്ളത് ബിലാ ഈഹാമിൻ, അത് ഈഹാമില്ലാതെയാണ്. അപ്പൊ ഈഹാമില്ലാതെ തന്നെ ഇത് ഇണങ്ങിച്ചേരലില്ല. വഹാദ, ഇത് ഫീഹി, അതിലുണ്ട് ഈഹാമുണ്ട്. വരീബല്ല, ഈഹാമുണ്ട്. അത് വലോമ ഇൽഫിൻ, അത് ഇണങ്ങിച്ചേരലോടുകൂടെയാണെങ്കിൽ പോലും ഈഹാമുണ്ട്. ഈഹാമില്ല, ആ നിലപാടിൽ ഇൽഫത്തില്ലാത്ത പദം വരീബ്. ഈഹാമുണ്ട്, ഇൽഫത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബൈനഹുമ, ഈ പറയുന്ന വരീബിന്റെയും മൂഹിമിന്റെയും ഇടയിലുള്ള ബന്ധം ഉമൂമും ഖുസൂസും മിൻ വജ്ഹിൻ, ഒരു ഭാഗത്തിൽ കൂടെ ആമും ഖാസുമായിട്ട് വരുന്നു. വമാഹുമ കദാലിക, വമാഹുമ മൂഹിമും വരീബും കദാലിക, അപ്രകാരമായ നിലയിൽ തന്നെ ലാ യഗ്നി അഹദുഹുമ അനിൽ ആഖാർ, മൂഹിമ് വരീബിനെ തൊട്ടോ വരീബ് മൂഹിമിനെ തൊട്ടോ ആവശ്യം തീർക്കുകയുമില്ല. രണ്ടും അങ്ങനെയായിരിക്കെ ആവശ്യം തീർക്കുന്നില്ല. വയുഫറളു ഇഗ്നാഉൽ ഖഫി അൻഹുമാ, അത് രണ്ടിനെയും തൊട്ടുള്ള ഖഫി, അത് രണ്ടിനെയും തൊട്ടുള്ളതായിരിക്കുന്ന ഖഫിയുണ്ട് ഇവിടെ. വരീബ്, മൂഹിമ്, ഇത് രണ്ടിനെ തൊട്ടും ഖഫിയായി നിൽക്കുന്ന ഒരു പദം. ആ പദം ആവശ്യം തീർക്കുക എന്നുള്ളത് സങ്കല്പിക്കപ്പെടുകയും ചെയ്യും. ഏതുപോലെ കായി യഖൂല, പറയും പോലെ ഇബ്ദാലുൽ ഖഫിയ, മുസന്നിഫ് പറയാ ഇബ്ദാലുഹു, മുസന്നിഫ് പകരമാക്കുക അൽ ഖഫിയ, ഖഫിയിനെ, ഖഫിയായ പദത്തെ പകരമാക്കുക ബിൽ ഔലഹി വൽ അഖ്സർ, ഔലഹ് കൊണ്ടും ഏറ്റവും വെളിവായതുകൊണ്ടും ഏറ്റവും ചുരുങ്ങിയതുകൊണ്ടും
പകരമാക്കുക എന്നുള്ളത് ലായിക്ക് ഫി തൻസീസി നസ്സാക്കി കൊണ്ടുവരുന്നതിന് മതിയാകൂല. എന്തിന്റെ നസ്സാക്കുക? അലാ അന്നൽ മുഹററ നിശ്ചയമായിട്ട് മുഹറർ ഇർത്തകബ ഹാദൈനിൽ അംറൈനി അൽ അഖീഖൈനി ബിത്തർക്കി വത്തർഹി ഒഴിവാക്കുക ഉപേക്ഷിക്കുക എന്നതിനോട് ബന്ധമായി നിൽക്കുന്ന രണ്ട് കാര്യമാണ് ഈ രണ്ട് കാര്യം വലിയ മുഹിമും. ഇങ്ങനത്തെ രണ്ട് കാര്യത്തെ മുഹറർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ വ്യക്തമാക്കുന്ന കാര്യത്തിൽ ഹഫിയായതിന് ഔലഹ് അക്സർ കൊണ്ട് ഇബ്ദാലാക്കുക എന്നല്ലേ മതിയാകൂല. എന്തുകൊണ്ട് പകരമാക്കും? ബി ഔലഹ മിൻകു ആ വരീബിനേക്കാളോ മുഹിമിനേക്കാളോ ഔലഹ് കൊണ്ട്. എന്തുകൊണ്ട്? ഇൽഫിന്നാസി ലഹു ജനങ്ങൾ അതുമായി കൂടിച്ചേരാൻ വേണ്ടി ഇണങ്ങിച്ചേരാൻ വേണ്ടി. സലാമത്തി അൽ ഈഹാ അങ്ങനെ യഥാർത്ഥത്തിന് എതിരിനെ തോന്നിപ്പിക്കുക, ആ തോന്നിപ്പിക്കലിനെ തൊട്ടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യം നോക്കിയിട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. മഅദാലിക ഇങ്ങനെ പകരമാക്കി കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ യകൂനു അതുണ്ടാകും ബിലഫ്ളി അങ്ങനെ അല്ലേ. അതോടൊപ്പം തന്നെ യകൂനു ആ പദം ബിലഫ്ളിൻ അഖ്സറ മിൻഹു അതിനേക്കാൾ ഇവിടെ മുഹററുള്ള പദത്തിനേക്കാൾ ചുരുങ്ങിയ പദം കൊണ്ട് തന്നെ അത് സംഭവിക്കും. ഇബാറാത്തിൻ എന്തെന്ന് ചില ഇബാറത്തുകളെ കൊണ്ട് അത് നടക്കും. ഇബാറാത്ത് എന്നുള്ളത് ബദലും മിമ്മ ഖബലു അതിന്റെ മുമ്പുള്ളതിന് ബദലാണ്. ഔല എന്തെന്ന് ഇബാറാത്തുകൾ കൊണ്ട് യാത്തിൽ ജാറി ഇവിടെ ജറിന്റെ അർഹം മടക്കിക്കൊണ്ട് കണ്ടാണ് ഇബാറാത്ത്. ജമ്മു ഇബാറത്ത് ഇബാറത്തിന്റെ ജമ്മാണ് ഇബാറാത്ത് എന്നുള്ളത്. വ അബ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അബ്റത്ത് വഹിയ അബ്റത്ത് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങെന്തെന്ന്? യുഅബ്ബറു ബിഹി അമ്മാ ബിൽ ളമീരി ഹൃദയത്തിലുള്ള ഒരു കാര്യമുണ്ട് അതിനെ തൊട്ട് ആ ഒന്നുകൊണ്ട് ഇബാറത്തിടപ്പെടും. അങ്ങനത്തെ ഒന്നിനെ കൊണ്ടാണ് അബ്റത്ത് എന്ന് പറയുക. ആ അബ്റത്തിന്റെ ജമ്മായിട്ട് വന്നതാണ് ആ അബ്റത്ത് എന്ന് പറയുന്ന അർത്ഥമുള്ള ഇബാറത്തിന്റെ ജമ്മാണ് ഇബാറാത്ത്. അപ്പൊ മനസ്സിലുള്ളതായ കാര്യത്തെ തൊട്ട് പറയപ്പെടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെ കൊണ്ട് ഐ അൻഹു മനസ്സിലുള്ളതിനെ തൊട്ട് ആ ഒന്നുകൊണ്ട് ഫസീഹായിട്ട് ഇബാറത്തിടപ്പെടും. എങ്ങനത്തെ ഇബാറാത്തുകൾ? ജലിയാത്തിൻ വെളിവായതായ ഫി അദാഇൽ മുറാദി ഉദ്ദേശം എന്താണ് എന്ന് വീട്ടുന്ന കാര്യത്തിൽ. എന്തുകൊണ്ടാ ജലിയായത്? ഖുലൂബിഹായ ഇബാറത്തുകൾ ഒഴിവായതിന് വേണ്ടി അനിൽ വറാബത്തി വൽ ഈഹാമി തോന്നിപ്പിക്കുക ഇണങ്ങാതിരിക്കുക എന്നീ കാര്യങ്ങളെ തൊട്ട് ഇബാറത്തുകളൊക്കെ ഇബാറത്തുകൾ ഒഴിവായി. അതോടെ ജലിയത്തായി. വഷ്ടിമാലിക അലാ ഹുസ്നി സബ്കി വറസാനത്തിൽ വായന നല്ല അർത്ഥം ലഭിക്കുകയും നല്ല കോർവകൾ ശരിയാവുക എന്ന അഴകിന്റെ മേലിലും ഈ ഇബാറത്തുകൾ എന്താകും? ചുറ്റിപ്പറ്റി നിന്നു. അതുകൊണ്ട് തന്നെയാണ് ജലിയത്തായത്. അത് തന്നെ വാലിബിലിട്ടോ അല്ലെങ്കിൽ മുസന്നിഫിന്റെ വിചാരം എങ്ങനെയാണോ അതനുസരിച്ച് ഈ അർത്ഥം വെക്കുമ്പോൾ പല യുനാവിൽ അലൈഹി ഫി ബഅദിഹ ചില ഇബാറത്തുകളിൽ മുസന്നിഫിന്റെ മേലെ ഇത്റാള് വരും. അത്തരം ഇത്റാളുകളോട് ഈ പറഞ്ഞവിടെ എതിരാകോ? ഇല്ല. അപ്പൊ മുസന്നിഫിന്റെ മേലെ ഇത്റാള് നടത്തുന്നതിന് എതിരല്ല ഈ പറഞ്ഞൊന്നും അർത്ഥം. ഇദ്ഖാൽ ബായ് ബി ഐസിൽ ഇബ്ദാൽ അബ്ദലിന്റെ വസ്ത്രമുള്ള ഇബ്ദാൽ ആ അബ്ദലിന്റെ ബാക്കിൽ ബാന കടത്തി അലൽ മൗഹൂദിന്റെ മേൽ ബാന കടത്തുക. ഇബ്ദാലാവുമ്പോൾ മൗഹൂദിന്റെ മേൽ വരും. അതായത് ഒന്നിനെ പകരമാക്കൂ. എന്തുകൊണ്ട്? ബി ഔലഹ എന്നാണ്. ഔലഹ് കൊണ്ട്. ഔലഹ് മൗഹൂദല്ലേ. ആ മൗഹൂദിന്റെ മേൽ എന്തായി ബാന കടത്തുക എന്നുള്ളത്. ഒബി ഹൈസ് ബദല് വത്തബിദീല് ഇസ്തിബ്ദാല് ഇതുപോലത്തതിന്റെ ബേക്കിൽ അൽ മത്രൂക്ക് അപ്പൊ ബദലാണ് പകരമാക്കി എന്ന് പറയുമ്പോ എന്താകും? അത് ഒഴിവാക്കി മറ്റൊന്ന് കൊണ്ടുവരാം. ഇങ്ങനെ ഉണ്ടാവുക. അത് മത്രൂക്കല്ലേ. അപ്പൊ മത്രൂക്കിന്റെ മേലില് ബാന കടത്തുക എന്നുള്ളതൊക്കെ ഉവൽ ഫസീഹു അതൊക്കെ നല്ല അറബി കലാമത്തിന്റെ ഒരു സാഹിത്യമല്ലേ. ആ രീതിയാണ്.
വഖഫിയ ഹാദ തഫ്സീലു, എന്നാൽ ഈ തഫ്സീൽ, ഈ വിശദീകരണം നിഗൂഢമായി. അലാ മൻ ഇഅ്തറദൽ മത്ന ബി ആയതി വബദ്ദൽനാഹും ബി ജന്നതൈഹിം ജന്നതൈൻ വമൻ യതബദ്ദൽ കുഫ്റ ബിൽ ഈമാനി ഫഖദ് ളല്ല എന്നീ ആയത്തുകൾ എടുത്തുകൊണ്ട് ഇവിടെ പറഞ്ഞ മത്നിനെ ഇത്റാസ് ചെയ്ത ചില ആൾക്കാരുണ്ട്, എതിർത്ത ആൾക്കാർ. അവർക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ല. ഇവിടെ ഇബ്ദാലി അള്ളാഹ എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് മുസന്നിഫിനെ ഇത്റാസ് ചെയ്തിട്ടുണ്ട്. ആ ഇത്റാസിന് കാരണം അവർക്ക് ഈ പറഞ്ഞ വിശദീകരണം തിരിയാത്തത് കൊണ്ടാണ്. വഖത്തദ്ഖുലു, ചിലപ്പോൾ ഈ വാം പ്രവേശിക്കും ബി ഹൈസി ബദൽ, ബദലിന്റെ വേക്കിൽ, ഒനവി അതുപോലത്തതിന്റെയും ഒക്കെ വേക്കിൽ. അപ്പൊ തബദ്ദുൽ ഇസ്തിബ്ദാലാകുമ്പോൾ അതുപോലത്തെ അതിന്റെ വേക്കിൽ ഈ ബാഗ് അരൽ മൗഹൂദ്, മത്റൂഖ് ഇതിനോട് പറഞ്ഞത് മത്റൂഖല്ല, മൗഹൂദിന്റെ മേല് ചിലപ്പോ കിടക്കും. കമാവി ഖൗലി, പാട്ടുകാരൻ പറഞ്ഞില്ലേ, എന്റെ നേഴ്സിനെ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പകരമാക്കി എന്റെ വിജയം കൊണ്ടിരുന്ന. ഇവിടെ വിജയം കൊണ്ട് എന്ന് പറയാൻ മഹൂദാണ്. മഹൂദിന്റെ മേല് പാലക്കാടത്തിൽ എങ്ങനെയും വരാം, ബദലാന്നിലിന്റെ ബാക്കിൽ. ഇനി ഇവിടെ അല അന്നശയ്യ ഖദ് യതഹാബറു അലൈഹിൽ അഖ്ദു വത്തർകു ബിഇതിബാറൈനി ഫയതഹാബറു അലൈഹി അബ്ദലു വമുഖാബലുഹു റിആയത്തൻ ലഹുമാ എന്നുള്ളതാ പറയാൻ പോണത്. ഇവിടെ അല അന്നഹും എന്ന് പറയുന്നുണ്ട്. ഈ അല കളയപ്പെട്ടൊരു മുബ്തദാക്കുള്ള ഖബറാക്കി വെക്കണം. അപ്പൊ അത് എന്തിന്റെ മേലിലാണ്? അല അന്നഷൈ, നിശ്ചയമായിട്ടും ഒരു വസ്തു, അത് യതഹാബറു അലൈഹി, ആ വസ്തുവിന്റെ മേൽ ചിലപ്പോൾ പുതുതായി വരും, വെളിപ്പെടും. അൽ അഖ്ദു, പിടിക്കുക, വത്തർകു, ഉപേക്ഷിക്കുക എന്നുള്ളത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ആ അടിസ്ഥാന പ്രകാരമാണ് ഈ പറയുന്നത്. അതെങ്ങനെ ഉണ്ടാവാം? എഴുത്തിബാറയിൽ രണ്ട് പരിഗണന വെച്ചിട്ട് അത് വരും. അഹദ് നൽക്ക്, തെർക്ക് നൽക്ക്, ഈ രണ്ട് പരിഗണന കൊണ്ട് വരുമ്പോൾ ഉണ്ടാവും. അപ്പൊ യഥാമറു അലൈഹി, അങ്ങനെ വരുമ്പോൾ അതിന്റെ മേലിൽ പുതുതായി വരിക അബ്ദല എന്നായിരിക്കും. അപ്പൊ മുഖാബലഹി, മുഖാബലവും അതിന്റെ മുഖാബലയും അതിന്റെ മേലിൽ വരിക എന്ന് പറഞ്ഞാൽ തെർക്കാവുമ്പോൾ മുഖാബല വരും. അത് റിആയത്തൻ ലഹുമാ, അത് രണ്ടിനെയും പരിഗണിച്ചിട്ടാണ്. ഈ രണ്ട് പരിഗണന ഉണ്ടല്ലോ, അത് രണ്ടിനെയും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മത്റൂഖ്, ഇത് രണ്ടിനെയും സൂക്ഷിച്ചതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി പറയാനുള്ളത് ഓ മിൻഹ, ആ നഫായിസുകളിൽ പെട്ടത് തന്നെയാണ് എന്ത്? ബയാനുൽ ഖൗലൈനി അവിൽ അഖ്വാലി ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനുള്ള ഖൗല്, രണ്ട് ഖൗലിനെയോ അല്ലെങ്കിൽ ഖൗലുകളെയോ വിശദീകരിക്കുക എന്നുള്ളതും നഫായിസിൽ പെട്ടതാണ്. അതും ഞാൻ പറയും. ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ദിക്റുൽ മുജ്തഹിദി ലഹ, മുജ്തഹിദ് ഈ ഖൗലുകളെ പറയുക എന്നുള്ളത് എന്തിനാണ്? അത് ഇഫാദത്തി ഇബ്താലി മാസാദ, കൂടുതൽ എന്ത് വരുന്നുണ്ടോ അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതലുള്ളതിനെ ബാത്തിലാക്കുക എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മുജ്തഹിദായ ഒരാള് ഈ പറയും. മുജ്തഹിദ് എന്ന് പറയുമ്പോ മുത്ലഖ മുജ്തഹിദ് അല്ല, പിന്നെയോ മദ്ഹബിലെ മുജ്തഹിദ് ഈ ഖൗൽ ഉദ്ധരിക്കുക. അങ്ങനെ ഖൗൽ ഉദ്ധരിക്കുന്നത് ഇതിനാണ് എന്ന് വെക്കുക. അല്ലാതെ ലാലിൽ അമലി ബി കുല്ലിൻ, എല്ലാ ഖൗലെടുത്തുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ രണ്ട് ഖൗലോ അല്ലെങ്കിൽ മൂന്ന് ഖൗലോ പറയുമ്പോൾ അതിന്റെ അപ്പുറം ഖൗൽ ഇവിടെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അകപാടെടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് തീര. എന്താ ആ പറഞ്ഞ വാക്കുകൾ അവസാനിച്ചു. വലായിക്ക എന്നാ രണ്ട് ഖൗല് അല്ലെങ്കിൽ കുറെ ഖൗല് ഇവകള് വ്യാഖ്യാനിക്കുക, ഈ ഖൗലിൽ മാത്രമാണ് ആ വ്യാഖ്യാനം മുന്നസറാകുമ്പോ ഇല്ല. അപ്പൊ ഈ രണ്ട് ഖൗലിനെ മാത്രം വ്യാഖ്യാനിക്കലല്ല, ബൽ പിന്നെയോ മിൻ ഫവായിദിഹി, ആ ഖൗല് അല്ലെങ്കിൽ അഖ്വാല് ഇതിനെ വ്യാഖ്യാനിക്കുക എന്നതിന്റെ ഫായിദിൽപ്പെട്ടതാണ് ബയാൽ മുദ്റക്കി, അതിന്റേതായ ലക്ഷ്യങ്ങളും വെളിവാക്കലുണ്ടാവും. ഈ ഖൗൽ എങ്ങനെ വന്നു, അങ്ങനെ വന്നു, ലക്ഷ്യം പറയും. അതാണ് അന്ന മൻ, നിശ്ചയമായിട്ടും ഒരാൾ റജ്ജഹ അഹദഹ,
മുജ്തഹിദിൽ മദ്ഹബി, മദ്ഹബിലുള്ള മുജ്തഹിദുകൾ ഉണ്ടാവും. ആ മുഖയ്യതായ മുജ്തഹിദ്. ആ മുജ്തഹിദുകളിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? ഈ ഖൗലുകളിൽ നിന്ന് ഒന്നിനെ റാജിയാക്കി. ഇങ്ങനെ റാജിയാക്കുക എന്നുള്ളതും ഈ ഫായിദയിൽപ്പെട്ടതാണ്. അങ്ങനെ ഖൗല് പറയുമ്പോ അതെന്ത്? ലാ യുഅദ്ദു ഖാരിജൻ അൻഹു. അങ്ങനെ വന്നാൽ അത് ഈ മദ്ഹബിനെയും വിട്ട് പുറത്തു പോയതാണെന്ന് എണ്ണപ്പെടുമോ? ഇല്ല, അങ്ങനെ എണ്ണപ്പെടുകയുമില്ല എന്നൊരു ഫായിദയും ഇതിലുണ്ട്. വഇന്നൽ ഖിലാഫ, ഈ പറയുന്ന അഭിപ്രായം, ലം യൻഹസ്ർ ഫീഹ, അത് ആ ഖൗലുകളിൽ എന്താണെന്നറിയാമോ? മുന്നസറാകുന്നതല്ല. അത്താ, അങ്ങനെയായിരുന്നുവെങ്കിൽ യംനഹു, ആ ഹസ്ർ തടയും, അതിനെ തടയും. ബിമഅൂനത്തിമ്മ, ഏതെങ്കിലും ഒരു സഹായം വെച്ച് നോക്കിയിട്ട് സായിദി ആയതോടെ എന്തുണ്ടോ അതിനെ തടയും. അപ്പൊ അതിന് മുന്നസറല്ല. ഹുവ, ഈ പറഞ്ഞ കാര്യം മുഖററുൻ, ഉറപ്പിക്കപ്പെട്ടതാണല്ലോ. ഫിൽ ഉസൂലി, ഉസൂൽ ഇതൊക്കെ ഉറപ്പിക്കപ്പെട്ടതാണ്. എന്ത്? അന്നകും നിശ്ചയമായിട്ടും അവർ യഥാജമഉ അലാ ഖൗലൈനി, രണ്ട് ഖൗലിന്റെ മേലിൽ അവർ ഇജ്മാഅക്കി, പണ്ഡിതന്മാരെല്ലാവരും അതായത് മുജ്തഹിദുകൾ ഇജ്മായി നിൽക്കുകയാണ് എങ്കിൽ, ഏതും മദ്ഹബിലെ മുജ്തഹിദ് ഇജ്മായി നിൽക്കുകയാണെങ്കിൽ, ലം യജൂസ് ഇഹ്ദാദുൻ സാലിസിൻ, ഇഹ്ദാദു സാലിസിൻ, മൂന്നാമതൊരു ഖൗല് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റും. ഇല്ല ഇൻ കാന മുറക്കബം മിൻഹുമ, മൂന്നാമത്തതായിരിക്കുന്ന ഒന്നിനുണ്ടാക്കല് രണ്ട് ഖൗലും കൂട്ടിച്ചേർത്തുണ്ടാക്കപ്പെട്ടാൽ ഒഴികെ. അതെങ്ങനെ? യകൂന മുഫസ്സിലൻ, ഈ റക്കബ് ചെയ്യുന്നത്, അത് തർക്കീബാക്കി കൊണ്ടുവരുന്നത് വിശദീകരിക്കുന്നതായാൽ ഒഴികെ. അപ്പൊ വിശദീകരിക്കുന്നതാവുക ഈ ഖൗലുകളെ രണ്ടും കൂട്ടിയിട്ട് മുറക്കബാക്കി കൊടുക്കുമ്പോൾ അത് വിശദീകരിക്കുക. ഇങ്ങനെ വിശദീകരിക്കുന്നതാവുന്നത് കൊണ്ടാണ് രണ്ട് ഖൗലിനും കൂട്ടി മുറക്കബാക്കുക എന്നുള്ളത്. അങ്ങനെ ആക്കുകയാണ് എങ്കിൽ ഒഴികെ. ആക്കിയിട്ടില്ലെങ്കിലോ മൂന്നാമതൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ കൊല്ലും സിഖൈഹി, ഈ തഫ്സീർ നടത്തുമ്പോൾ അതിന് രണ്ട് സിഖുണ്ടാവും, രണ്ട് ഭാഗം. ഈ രണ്ട് ഭാഗത്തിൽ നിന്നുള്ള മുഴുവനും ഖാല ബിഹി അഹദുഹുമ, അങ്ങനെ ആ കൊല്ലം കൊണ്ടും ഈ രണ്ട് ഖൗലിൽ നിന്ന് ഒന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ ഒന്നെടുക്കുക. അങ്ങനെ ഏതാണോ പറഞ്ഞതെങ്കിൽ അതോടെ ഒന്നെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സുമ്മർ റാജിഹു മിൻഹ, ഈ രണ്ട് ഖൗലിൽ നിന്ന് ഏതാണോ റാജിയെങ്കിൽ അതെടുക്കും. പിന്നത്തെ റാജ് മാ താഖറ, ആ ഖൗല് പിന്തി വന്ന പോലെ, ഇൻ ഉലിമാൻ അറിയപ്പെട്ടാൽ ഏതാ മുന്തിയത് ഏതാ പിന്തിയെന്ന് പറഞ്ഞാൽ പിന്തിയതാണ് റാജിയാക്കി എടുക്കുക. വയില്ല, പിന്തിയത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഫമാ നസ്സാല റുജ്ഹാനി, ഇത് റാജിഹാണ് എന്നതിന്റെ മേൽ ഇമാം ഷാഫി നസ്സാക്കിയതായിരിക്കും. വയില്ല, അങ്ങനെ നസ്സാക്കിയിട്ടില്ലെങ്കിൽ ഫമാ ഫറഅലഹി വഹദ, അതിന്റെ മേലിൽ എന്തായി ഫറആയി വന്നു, അത് തന്നെ ഒറ്റയ്ക്ക്, അതിന് പതിവ് പിന്നെ അത് ഒറ്റയ്ക്ക് മാത്രം. അപ്പൊ അത് ഒറ്റക്കായ നിലയിൽ അതിന്റെ മേൽ ഫറആയി വന്നെങ്കിൽ അതടുക്കുക. വയില്ല, അങ്ങനെ ഇല്ല എങ്കിൽ ഫമാ ഖാല മുഖാബലഹി, അതിന്റെ മുഖാബലയെ തൊട്ട് പിന്നെ പറഞ്ഞ ഒന്ന്, ആ ഒന്ന് മദ്ഖൂലാണ്. ഔ യൽസമു ഫസാദുൻ, അല്ലെങ്കിൽ ഫസാദിനെ നിർബന്ധമാക്കുന്നു എന്നൊക്കെയുള്ളതായ മുഖാബലയെ തൊട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. വയില്ല, അങ്ങനെയില്ല എങ്കിലോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫമാ അഫ്റദഹു ഈ മഹല്ലിൻ ഔ ജവാബിൻ, ഒരു മറുപടിയിലോ ഒരു മഹല്ലിലോ ആയിക്കൊണ്ട് അതിനെ തനിപ്പിച്ച് പറഞ്ഞു വെച്ചിട്ട് അത് മാത്രം. വയില്ല, അങ്ങനെയല്ല എങ്കിൽ ഫമാ വാഫഖ മദ്ഹബ മുജ്തഹിദി, ഒരു മുജ്തഹിദിന്റെ മദ്ഹബുമായിട്ട് യോജിച്ചു വന്നത് ഏതോ അതെടുക്കും. അതെടുക്കാൻ കാരണം തഖ്വീഹി ബിഹി, ആ ഒന്നുകൊണ്ട് മദ്ഹബ് ശക്തി കൂട്ടി. അതുകൊണ്ട് തന്നെ ഫൈൻ ഖല അൻ ദാലിക കുല്ലി, ഇവിടെ വിശദീകരിക്കപ്പെട്ടതിനെ തൊട്ടൊക്കെ ഒഴിഞ്ഞു നിന്നാൽ ഒന്നുമില്ല എങ്കിലോ ഫഹുവ, അപ്പൊ പിന്നെ അത് നിറൈഹി, അപ്പൊ പിന്നെ അതാണ്ടാവാം. എന്തുകൊണ്ട് അതെടുക്കണം? ഒന്നുമില്ലെങ്കിൽ പിന്നെ എടുക്കും. അപ്പൊ അതിന്റെ ജവാബാണ് ഫഹുവാലി തക്കാഫിനു നിറൈഹി. അപ്പോ ആ മദ്ഹബിനെ മുജ്തഹിദിന്റെ നളർ രണ്ടും തമ്മിൽ എന്താ യോജിച്ചു വന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും അതിൽ വരാതിരുന്നത്. അപ്പൊ അങ്ങനെ എടുക്കും. ഹുവ, അപ്പോ ഇത് യദില്ലു അറിയിക്കുന്നു അലാ സാഅത്തിൽ ഇൽമി, ഇൽമിന്റെ പരപ്പിന്റെ മേൽ അറിയിക്കും. ദിഖത്തിൽ സൂക്ഷ്മത, നല്ലോണം സൂക്ഷ്മതയുണ്ട് എന്നതിന്റെയും
ഇൽമി വിശാലതയുണ്ട് എന്നതിന്റെ മേലും ഇന്നെന്താവുന്നു അറിയിക്കുന്നുണ്ട്. ഈ രണ്ടും കൂടിയും രണ്ട് നെതിറുണ്ടല്ലോ, രണ്ടും രണ്ട് വിധത്തിൽ കിട്ടിയതാണല്ലോ, അത് രണ്ടിന്റെയും തക്കാബു രണ്ട് യോജിച്ചു വന്നു. അങ്ങനെ യോജിച്ച് വരുമ്പോൾ അങ്ങനെയായിരിക്കും. അപ്പൊ അതാണ് ഇക്റുൽ ഖൗലൈനി മുത്തകാഫിഐനി. പിന്നെ രണ്ടും യോജിച്ചു വന്നതായിരിക്കും രണ്ട് ഖൗലിനെ പറയാനുള്ളത്. ഇത് പറയുമ്പോഴാണ് ഇൽമിന്റെ പരപ്പും മറ്റുള്ളവർക്ക് എന്തിന് ഹദറമ്മിൻ വറത്തത്തി ഹുജൂമി അല തർജീമിനോയി ഇത്തുലായി ദലീൽ, ഒരു ദലീലും വെളിവാവാതെ റാജിഹാക്കുക എന്നതിന്റെ മേലിൽ ഒരു നാശനഷ്ടം വരുന്നുണ്ട്, ഒരു ഫസാദിറ്റ്, ഒരു ഹലാക്ക് നഷ്ടം. അത്തരം മലാക്ക് വരിക എന്ന കാര്യത്തെ തൊട്ട് പേടിച്ചതിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ പറഞ്ഞതായ രണ്ട് ഖൗല് യോജിച്ചു വന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതെടുക്കാൻ കാരണം അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖൗലുമായുള്ളതായ ചർച്ചകൾ. അങ്ങനെ ഈ ഖൗലിനെയൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ പറയും, എവിടെ മിന്നാശില്. അതാണ് മുഹറിനെ ചുരുക്കിയിട്ട് കൊണ്ടുവരുന്ന അക്കാര്യത്തിൽ നഫായിസിൽ പെട്ടതാണെന്ന് പറയുന്നു. ഇനി വാദമുണ്ട് ഇവിടെ. വാദം ഇൻഷാ അല്ലാഹ് നാളെ എടുക്കാം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, തെറ്റ് പുറത്ത് മാപ്പാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.